അപ്പൊ നോക്കിയാൽ ഒരു മനുഷ്യന്റെ വീണ്ടെടുപ്പ് വരുന്നത് ഇവനെ പാപത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. പാപം നിമിത്തമാണ് ഇവൻ സാത്താന് കീഴടക്കി പോയത്. അവരിൽ നിന്ന് ഇതിനെ തിരിച്ചെടുക്കണമെങ്കിൽ ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ, സാത്താനല്ല മറുവില കൊടുക്കുന്നത്, ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ എനിക്ക് തുല്യമായിരിക്കുന്ന ഒരു വില കെട്ടിവെക്കണം. അപ്പൊ എന്താണ്? എൻ്റെ ആത്മാവിനുള്ള സർവ്വലോകത്തെക്കാളും വിലയേറിയതുകൊണ്ട്, അതുകൊണ്ട് വചനം പറയും, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിച്ചു. അപ്പൊ നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന വില അത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. സാറിന് ഈ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയും കൂടി ആയിക്കോട്ടെ, വസ്തു, വീട്, നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, സ്വർണം എല്ലാം കൂടി എത്രയും കൂടി ആയിക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ ഒരു കൊള്ളക്കാരനാണ് കൂട്ടിക്കോ. ഞാൻ വന്ന് തോക്ക് കഴുത്തിൽ രണ്ടുപേരുടെയും കഴുത്ത വെച്ചിട്ട് മകൻ ഇപ്പുറത്തിരിപ്പുണ്ട്, ഞാനിവനെ കൊല്ലാൻ പോവുകയാണ്, നിന്റെ സകല സമ്പത്തും സകലതും എൻ്റെ പേരിൽ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് മുഴുവൻ കൊടുക്കത്തില്ലേ? അതായത് ഈ സകലത്തിനേക്കാളും മേലാണ് മോനെ നിങ്ങൾ രക്ഷിക്കുന്നത്. ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും മകനെ നിങ്ങൾ രക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളെ രക്ഷിക്കുവാൻ ദൈവം ഇട്ട മറുവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലൊന്നും, എന്നെ ഈ ത്രാസിലും മറുത്രാസിൽ നമ്മുടെ പഞ്ചായത്ത് എല്ലാം നമ്മുടെ തട്ട് കളരത്തില്ല. അപ്പോൾ എന്താണ് ഇത്? പത്തനംതിട്ട മുഴുവൻ കയറ്റി വെച്ചു, തട്ട് കളരത്തില്ല. കളരുമോ? കാരണം അതിനേക്കാളും വെയിറ്റ് ആണ് ഇരിക്കുന്നത്. പിന്നെ കേരളം മുഴുവൻ കയറ്റി വെച്ചു, ഇന്ത്യ മുഴുവൻ കയറ്റി വെച്ചു. ത്രാസ് കട്ടി മാറ്റമില്ല, ഓരോ തൂക്കുമ്പോൾ പഴയ രീതി. ഇപ്പോഴല്ലേ ഡിജിറ്റൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ റബ്ബർ ഷീറ്റ് കൊണ്ടുകൊടുത്താൽ ആദ്യം 5 കിലോയുടെ കട്ടി വെക്കും. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ 1 കിലോയുടെ വെക്കും, ഇല്ലേ? അപ്പോൾ ഇതുപോലെ നമ്മൾ ഇന്ത്യ മുഴുവൻ കയറ്റി വെച്ചു, പിന്നെ ഭൂമി മുഴുവൻ ഇപ്പുറത്ത് കയറ്റി വെച്ചു. അപ്പോഴെന്താ? എൻ്റെ തട്ട് താന്നിരിക്കുക. എന്നാൽ പിന്നെ പ്രപഞ്ചകോളം മുഴുവനും കൂടെ അങ്ങോട്ട് കയറ്റി, സകല പ്രപഞ്ചങ്ങളും കൂടി ഈ തട്ടി വെച്ചു. അപ്പോഴും എൻ്റെ തട്ട്, അപ്പോൾ എന്താണ്? എനിക്ക് തുല്യമായിരിക്കുന്നൊരു വിലയാകുന്നില്ല. അപ്പോൾ തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഇങ്ങോട്ട് വെച്ചു. അപ്പോൾ ഇതാ തട്ട് നിരപ്പായി. അപ്പം ദൈവം തൻ്റെ പുത്രന്റെ വിലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്വന്തം പുത്രന്റെ വില നിശ്ചയിക്കാൻ പറ്റുമോ? അപ്പം അതേ വിലയാണ് സാറിനും എനിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? ഈ യേശുക്രിസ്തുവിനെ എനിക്ക് പകരക്കാരനായിട്ട്, പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ എനിക്ക് പകരക്കാരനായിട്ട് യാഗം കഴിച്ചു. അത് ഞാൻ വിശ്വസിച്ചു, അല്ലേ? യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു.